വളരെ വിശേഷപ്പെട്ട ഒരു ചെറുധാന്യമായ റാഗിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്യൂസിൻ കൊറക്കാന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഈ ചെറുധാന്യത്തെ ഒരിക്കലും അവഗണിച്ച് കളയരുത്, കാരണം അതിൽ അത്രത്തോളം തന്നെ ഗുണങ്ങളുണ്ട്. പ്രമേഹത്തെ മെരുക്കാനായിട്ട് റാഗി ദിവസവും കഴിക്കാവുന്നതാണ്. ഇവയിലെ മഗ്നീഷ്യം ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കും. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ പോഷകങ്ങളായ പോളിഫെനോൾസും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. ധാതുക്കൾ കാൽസ്യം, പൊട്ടാസ്യം എന്നിവയുടെ കലവറയാണ്. ഇതിലടങ്ങിയിട്ടുള്ള ജീവകണ്ടി എല്ലുകൾക്ക് കരുത്ത് നൽകുന്നു. വളരുന്ന കുട്ടികൾക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും കരുത്തിനും മുതിർന്നവരിൽ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. പ്രകൃതിദത്തമായ ഇരുമ്പിൻ്റെ മികച്ച സസ്യ സ്രോതസ്സാണ് റാഗി. വിളർച്ചയെ നിയന്ത്രിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. റാഗിയിലുള്ള വൈറ്റമിൻ സിയുടെ സാന്നിധ്യം ഇരുമ്പ് ആഗിരണം വർദ്ധിപ്പിക്കുന്നു. ഈ ചെറുധാന്യം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ശരീരഭാരം ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ റാഗി സഹായിക്കുന്നു. ഒരു കപ്പ് റാഗിയിൽ 16.1 ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യും. അമിതമായിട്ടുള്ള വിശപ്പ് വരാതെ നമ്മുടെ അമിതവണ്ണത്തെ കുറയ്ക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, BP, കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള റാഗി പേശികൾക്കും ഗുണം ചെയ്യും. പാൽ ഉൽപാദനം കുറവുള്ള സാഹചര്യങ്ങളിൽ അമ്മമാർക്ക് മുലയൂട്ടുന്ന സമയത്ത് റാഗി കുറുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് റാഗി. ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് ചുളിവുകൾ കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ സഹായിക്കും. റാഗി കൊണ്ട് രുചികരമായ പലതരം വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് സാധാരണയായിട്ട് നമ്മുടെ എല്ലാ വീടുകളിൽ കുറുക്കുണ്ടാക്കുകയാണ് പതിവ്. എന്നാൽ ദിവസവും പ്രാതൽ ഉണ്ടാക്കുമ്പോൾ ഇഡലി, പുട്ട്, ദോശ എന്നിവയുടെ കൂടെ 1-2 സ്പൂൺ റാഗിയുടെ പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം രുചികരവും പോഷകപ്രദവും ആയിരിക്കും. റാഗി എന്നറിയപ്പെടുന്ന ഈ കൂവരവ് കൊണ്ട് സൂപ്പ്, കഞ്ഞി മുതലായവയും ഒരുപാട് മധുര പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട്. അട, ലഡു മുതലായവയൊക്കെ ഉണ്ടാക്കാറുണ്ട്. സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ ഉറവിടമാണ് റാഗി. ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റിബയോട്ടിക്, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഇതിനുണ്ട്. ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ, മുഖക്കുരു ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് റാഗി പൊടി വെള്ളത്തിൽ കുഴച്ച് മുഖത്ത് പുരട്ടി കുറച്ച് സമയം കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ്. മുഖത്തെ എണ്ണമയം മാറുന്നതിനും മുഖം നന്നായിട്ട് തിളങ്ങുന്നതിനും വളരെ നല്ലതാണ്. ചില രോഗാവസ്ഥയിലുള്ളവരിൽ റാഗിയുടെ ഉപയോഗം ശുപാർശ ചെയ്യുന്നില്ല. മലബന്ധ പ്രശ്നമുള്ളവർ, വൃക്കയിൽ കല്ലുള്ളവർ ഇങ്ങനെയുള്ളവർ റാഗി ഉപയോഗിക്കേണ്ടതില്ല. അതുപോലെ വയറിളക്കം, അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇടയ്ക്കിടയ്ക്ക് റാഗി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം. മലയാളികൾ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാധാരണയായിട്ട് റാഗി അല്ലെങ്കിൽ കൂവരക ഉപയോഗിച്ചിരുന്നത്. ഫിംഗർ മില്ലറ്റ് എന്ന ഈ ചെറുധാന്യത്തിൻ്റെ വിശേഷപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞ് തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് റാഗി ഉപയോഗിച്ചു വരുന്നുണ്ട്.